അല്ല, അവർക്ക് എന്താണ് അവർക്ക് എന്ത് തോന്നലാണ് ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ എല്ലാ ഇതും സിനിമാ മേഖലയിലുള്ളവർ മത്സരിച്ചിട്ടുണ്ട്. പല മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ കേട്ടു. എല്ലാ പാർട്ടിയിലും സിനിമാ താരങ്ങളും മത്സരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം ഒരു വളരെ സീനിയർ ആയിട്ടുള്ള, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന്മേൽ യാതൊരു കുറവുമില്ല. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനോട് ഒപ്പത്തിനൊപ്പം നിന്ന് ഞാനും തിരിച്ചു പറയുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. അത് അദ്ദേഹം പറഞ്ഞോട്ടെ. എന്താ ചോദിക്കാൻ? ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഇന്ത്യയുടെ ഭാഗമായ അഖിൽ മാരാർ ഇതുപോലെ ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല. ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല, അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ സമയം ഞാൻ ഇന്നലെ നല്ല പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. ഏകദേശം രാത്രി റൂമിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി എന്നറിഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തില്. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോ ഇത്രയും നാടക കലാകാരന്മാര്, KPSC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാര് മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. കാരണം ഞാൻ ഒരു 26 വർഷം 3000 സ്റ്റേജുകൾ, 3000-ൽ കൂടുതൽ ടെലിവിഷൻ പരിപാടികൾ, 50-ലധികം സിനിമകളിൽ അഭിനയിച്ചു, 2 സിനിമ എഴുതി സംവിധാനം ചെയ്തു. ഇതെല്ലാം ഏറ്റവും സഭ്യമായും മാന്യമായും ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ പറയാതെയും ഇത്രയും കാലം ഇവിടുത്തെ കുടുംബ സദസ്സുകളുടെ മുന്നിൽ വളരെ മാന്യമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ മാന്യത എനിക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നും അതേ മാന്യത എന്നിൽ നിന്ന് രാഷ്ട്രീയത്തിൽ തുടരണമെന്നും വരുന്ന തലമുറ നമ്മളെ കാണുമ്പോൾ ഇതൊരു മോശം ഇടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഏറ്റവും സരസമായി നിൽക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്കും കൂടെ ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നില്ല. ബിഗ് ബോസ് താരം അഖിൽ മാരാർ